അന്നരമായി റോഡുകൾ കൊണ്ടിങ്ങനെ പിണറായി പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ആരാണ് അമേരിക്കയിൽ കൊണ്ട് വന്നിട്ട് പറഞ്ഞു കേരളം അമേരിക്കയെ കൊണ്ട് റെയിലാണ് ഇവിടെ കുറച്ച് ഏരിയ ഉള്ളൂ. ഇത്ര വെള്ളം കിടക്കുക ആ സമയത്ത് ഇവിടെ വരണം. നമ്മുടെ പടുത്ത പള്ളി ഇവിടെ കൗൺസിലോ എന്നും മുംബൈയിലെ ജനങ്ങളോ എന്ന് പറഞ്ഞിട്ടില്ല. മുംബൈയിലെ കൗൺസിലേഴ്സ് LDFന്റെ ഏറെ വർഷക്കാലം ദീർഘവീക്ഷണത്തോട് തയ്യാറാക്കേണ്ടതാണ് മാസ്റ്റർ പ്ലാൻ. അത് സമഗ്രമായിരിക്കണം, ശാസ്ത്രീയമായിരിക്കണം, വികസനോന്മുഖമായിരിക്കണം, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുണമുണ്ടാവുന്ന തരത്തിലാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. പക്ഷേ പത്തനംതിട്ട നഗരസഭ ഇപ്പോൾ കുറച്ച് റോഡുകളുടെ രീതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടില്ല. ചെറിയ റോഡുകൾ യാതൊരുവിധമായ ദീർഘവീക്ഷണമില്ലാതെ വലുതാക്കുന്നു എന്ന് പറയുന്നതല്ലാതെ എങ്ങനെ അത് വലുതാക്കാൻ കഴിയും? റോഡുകൾ വീതി കൂട്ടുമ്പോൾ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വീതികൾ വലുതാക്കുന്നു. അവിടെയുള്ള ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് കടക്കാർ അവർ ബുദ്ധിമുട്ടാൻ പോവുകയാണ്. വീടുകൾ ഇടിച്ചു നിർത്തേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ ആരാധനാ ആലയങ്ങളുടെ കുരിശടികൾ ഉൾപ്പെടെയുള്ളത് മാറ്റത്തായി, സ്കൂളുകൾ മാറ്റത്തായി. പത്തനംതിട്ടയിലെ ഒരു ഉപനഗരമായ ഉപ്പൾ എന്ന് പറയുന്നത് വികസിക്കേണ്ടത് ഞങ്ങളുടെ എല്ലാ ആവശ്യമാണ്, ജനങ്ങളുടെ എല്ലാ ആവശ്യമാണ്. അതിലാർക്ക് ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷേ ഇത് ഒരു ചെപ്പടി വിദ്യയാണ്. അടുത്ത നഗരസഭാ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് ഞങ്ങൾ എന്തോ വികസനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരർത്ഥവുമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വികസന പ്രവർത്തനങ്ങൾ, ഇവർ ചെയ്യാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് യാതൊരുവിധമായ പ്രയോജനമില്ലാതെ പോവുകയാണ്. നമ്മൾ തൊട്ടടുത്തുണ്ട് ഈ കാണുന്ന ഒരു ആറിൻ്റെ സൈഡ്, ഇവിടെയാണ് ഒരു സീവേജ് പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സീവേജ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് പമ്പ് ഹൗസ് ഉണ്ട്. അവിടുത്തെ വെള്ളം അത് അശുദ്ധമാകാൻ പോകുന്നു. അതോടൊപ്പം തന്നെ മാലിന്യം നിറയാൻ പോകുന്നു. ഇതിനൊക്കെ എന്ത് പരിഹാരം കണ്ടെത്തി? അത് ബഹുമാനപ്പെട്ട ചെയർമാൻ ഇതുവരെയായിട്ടും പറയാൻ സാധിച്ചിട്ടില്ല. ഈ പ്രദേശത്തുള്ള കൗൺസിൽ അംഗങ്ങളെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. ഇടതുപക്ഷത്തിലെ ചില കൗൺസിൽ അംഗങ്ങൾ അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. ശ്രീ റെജി ഇവിടുത്തെ ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. വളരെ വിശദമായ കാര്യങ്ങൾ പഠിച്ചു. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ UDFന്റെ കൗൺസിൽ അംഗങ്ങൾ അംബിക എവിടെയുണ്ട്, അവരതിനെക്കുറിച്ച് വളരെ വിശദമായി ശാസ്ത്രീയമായി പഠിച്ചു. അപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർ തയ്യാറാക്കിയിരിക്കുന്ന മാസ്റ്റർ പ്ലാൻ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം വലിയ ദുരിതത്തിലേക്ക് പോവുകയാണ്. യാതൊരുവിധമായ ഉദ്ദേശശുദ്ധിയുമില്ലാതെ സ്വകാര്യ വസ്തുക്കളിലാണ് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്ങനെ കഴിയും ഒരാളുടെ സ്വകാര്യ വസ്തുവിൽ പിടിച്ചെടുത്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്? അക്വയർ ചെയ്യാൻ സാധിക്കും. ഇപ്പോഴത്തെ അക്വിസേഷൻ നിയമം അനുസരിച്ച് ഒരു വസ്തു അക്വയർ ചെയ്യണമെങ്കിൽ അതിന്റെ പകുതിയോളം പണം കെട്ടിവെച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ നഗരസഭ കടത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു നഗരസഭയാണ്. ആ നഗരസഭയ്ക്ക് ഇത്രയധികം വസ്തുക്കൾ അക്വയർ ചെയ്യാൻ എങ്ങനെ സാധിക്കും? അതിന് അക്വയർ ചെയ്യുന്നില്ല, ഭാവിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഈ സാധുക്കൾക്ക് ഒരു വീട് വെക്കാൻ ഇവിടെ കഴിയത്തില്ല. കാരണം മേഖലകൾ തിരിക്കുകയാണ്. ആ ഓരോ മേഖലകൾ തിരിക്കുമ്പോൾ മിക്സർ സോണ്, കൊമേഴ്സ്യൽ സോണ്, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സ്പോർട്സ് സോണ്, പാർക്കിംഗ് സോണ്, റിക്രിയേഷൻ സോണ്, മാർക്കറ്റ് സോണ് തുടങ്ങിയ ഓരോ സോണുകൾ തിരിക്കുകയാണ്. ഈ സോണുകൾ തിരിച്ചാൽ അതാത് മേഖലയിലുള്ള വസ്തുക്കൾ മാത്രമേ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സാധുക്കളായ ആളുകൾക്ക് ഒരു തുണ്ട് വസ്തു വിൽക്കാൻ ഇനി സാധിക്കും. ആ വസ്തു വിറ്റാൽ ആരെങ്കിലും ഏറ്റെടുക്കാൻ വരുമോ? കാരണം അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം ആ വസ്തു ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ സോണിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളല്ലാതെ ഒന്നും നിർമ്മിക്കാൻ കഴിയില്ല. അപ്പൊ ആരെ തൃപ്തിപ്പെടുത്താനാണ് ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാനും LDF ഭരണസമിതി ഇത് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നത് ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയ ഇതിനുവേണ്ടി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വസ്തുക്കളെ ഈ രീതിയിലൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ആ വസ്തുക്കളൊക്കെ ചെറിയ ചുളുവിലയ്ക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. പത്തനംതിട്ട മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ആദ്യം തുടങ്ങി. ഇപ്പോഴും പഴയ നഗരസഭ നമ്മുടെ ഓഫീസിന്റെ മുകളിൽ അദ്ദേഹത്തിന്റെ ചിത്രം വെച്ച ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുകയാണ്. 1 വർഷത്തിനുള്ളിൽ മാസ്റ്റർ പ്ലാൻ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വർഷം ഇപ്പോൾ എത്ര കഴിഞ്ഞു? ആ ചർച്ചകൾ നടത്തിയതിനു ശേഷം യാതൊരുവിധമായ തുടർ ചർച്ചകളുമില്ല. ഉദ്യോഗസ്ഥ ലോബി ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്. ഡിസ്ട്രിക്ട് ടൗൺ പ്ലാനിലെ ഉദ്യോഗസ്ഥന്മാർ ഇതിനുവേണ്ടി എന്തെല്ലാമോ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് നടപ്പിലാകാൻ പോകുന്ന ഒരു വിഷയമേ അല്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ഈ സമരവും
പ്രക്ഷോഭങ്ങളും ഒക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി. അതിനുശേഷം ഇവർ പറയുന്നത് അതൊക്കെ മാറ്റാം, മറ്റേത് മാറ്റാം, ഇങ്ങനെ ഇവരെന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങളതെല്ലാം മാറ്റിത്തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ തണുപ്പിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല ചെയ്യുന്നത്. ഇവരെ തണുപ്പിച്ച് സമരപരിപാടികൾ ഇല്ലാതാക്കുകയും അതോടൊപ്പം തന്നെ പുറകിൽ നിന്നുകൊണ്ട് ഈ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ച് സർക്കാരിൽ കൊടുത്ത് ഒപ്പിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാനും ശ്രീ ജാസിംകുട്ടി പ്രതിപക്ഷ നേതാവും ഞങ്ങളുടെ ഷെറീഫ് അതോടൊപ്പം തന്നെ ശ്രീമതി അംബിക വേണു ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ നഗരസഭാ കൗൺസിൽ അംഗങ്ങളെ, പത്തനംതിട്ടയിലുള്ള ആനീസജി ഉൾപ്പെടെയുള്ള നഗരസഭാ കൗൺസിലർ നമ്മുടെ പ്രിയപ്പെട്ട ഷീന ഉൾപ്പെടെയുള്ള നഗരസഭാ കൗൺസിൽ അംഗങ്ങളെ ഞങ്ങളെല്ലാം ഇന്ന് ഇതൊന്ന് സന്ദർശിച്ച് എന്താണ് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം എന്നൊന്ന് മനസ്സിലാക്കേണ്ട. ആദ്യം മനസ്സിലാക്കിയിട്ട് അടുത്ത വരുന്ന കൗൺസിലിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നഗരസഭാ ചെയർമാൻ ധിക്കാരപൂർവ്വമായി അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ധിക്കാരപൂർവ്വമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ധിക്കാരപൂർവമായ ഒരു പ്രവർത്തനത്തിൽ കൂടി ഇതിനെ പാസ്സാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിന് അദ്ദേഹം ഇന്ന് വൈകുന്നേരം LDFന്റെ പാർലമെന്ററി പാർട്ടി വിളിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാനോട് LDFനോട് ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങളെ ഇത് ഒരു കാരണവശാലും മാന്യമായ രീതിയിൽ നിങ്ങൾ ഇത് ചെയ്യുന്നില്ല എങ്കിൽ, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങൾ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാധാരണക്കാരോടൊരു നീതി പുലർത്തേണ്ടേ ഈ കൗൺസിൽ? എന്താണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു റോഡിന്റെ ഒരു 0.5% വരെ വീതി കൂട്ടുകയാണ്, ബാക്കിയുള്ള ഭാഗം വീതി കൂട്ടുന്നില്ല. അത് പല ഭാഗങ്ങളിലുമുണ്ട്. അതിന്റെ അകത്ത് പക്ഷപാതപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന വിഷയമേ ഇല്ല. അതിശക്തമായ പ്രക്ഷോഭം, വേണമെങ്കിൽ ഹർത്താൽ ഉൾപ്പെടെയുള്ള പ്രക്ഷോഭവും UDF ഇവിടെ നടത്താൻ വേണ്ടി അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ പോവുകയാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം ഞങ്ങൾക്കുണ്ടാകുമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3-4 മാസമായി കുമ്മഴ മേഖലയിലെ ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. അവർ നിരവധി പരാതികൾ പത്തനംതിട്ട നഗരസഭയിൽ നൽകിയിട്ടും അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയോ അതുമായി ബന്ധപ്പെട്ട നടപടിയോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട നഗരസഭ ബസ് റൂട്ടല്ല, 54 ബസ് റൂട്ട് 57 പാലം വന്നു. പാലം വന്നപ്പോൾ അങ്ങോട്ട് പോയി, അതിലേക്ക് പോയി. അത് ബസ് റൂട്ടില്ല, അതിലേ വന്നു. ഇതിലെ പിന്നെ ബസ് റൂട്ടില്ല, പിന്നെ ഇത് പ്രൈവറ്റ് റോഡായിട്ട് ഇങ്ങനെ നടക്കുക. പ്രൈവറ്റ് റോഡായിട്ട് കിടക്കുക. നമ്മൾ മാത്രം ഉപയോഗിക്കുന്നത് കാറോ ബൈക്കോ ഒക്കെ പോകുന്നത്. ഇത് ഒരിടയ്ക്ക് നന്നാക്കാതെ കടന്ന് ഒത്തിരി ബഹളം ഉണ്ടാക്കി ഇവിടുത്തുകാരെല്ലാം കൂടി എന്ന് PWD പോയി സമരം ചെയ്തതിനു ശേഷം മാത്രമാണ് ഈ റോഡ് നന്നാക്കിയത്. ഞങ്ങളാരും വികസനത്തിന് എതിരൊന്നുമല്ല. റോഡ് ഭരണം കാര്യങ്ങൾ ആവശ്യമില്ലാതെ റോഡ് മാത്രം കൊണ്ട് വികസനം വെച്ചതല്ല. അതിൽ നമുക്ക് ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഒന്നാമതെ നമ്മുടെ കേരളത്തിലെ ഇത്രയ്ക്ക് വസ്തുക്കളേ ഉള്ളൂ. അത് പിള്ളേർക്കായി എല്ലാം വീതം വെച്ചു കൊടുക്കുമ്പോൾ ആർക്കൊന്നും ഇല്ലാത്ത സ്ഥിതിയാണ്. അതുകൂടെ പോകുന്ന ഒരു സാഹചര്യം അതൊരു കാരണത്തിൽ മനസ്സിലാക്കിയിടത്തോളം പബ്ലിക്കിന് ഗുണം വരുന്ന ഒരു ഇത് ചുമ്മാ ഒരു ചെപ്പടി വ്യക്തി അത്രേ ഉള്ളൂ. അത്ര ഇതായിട്ട് ഒരിക്കലും അത് കത്താറില്ല. നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടാണ്.